ഹായ് ഫ്രണ്ട്സ്, ലാൽസിസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സിംഗപ്പൂരിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഗാർഡൻസ് ബൈ ദ ബേയിലെ ഒരു പ്രധാന ഭാഗമാണ് ക്ലൗഡ്സ് ഫോറസ്റ്റ്. വളരെ വലിയ ഒരു ഗ്ലാസ് ഹൗസിലാണ് ഈ ക്ലൗഡ്സ് ഫോറസ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 115 അടി ഉയരത്തിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇൻഡോർ വെള്ളച്ചാട്ടമാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റിലുള്ളത്. ധാരാളം ആൾക്കാർ, പല നാട്ടിൽ നിന്ന് വന്നവർ ഇത് കാണാനായിട്ട് ഇവിടെ വന്നിട്ട് കൂടിയിട്ടുണ്ട്. ശരിക്കും ഒരു മഴക്കാട്ടിൽ പെട്ട പോലെ ഒരു തോന്നലാണ്. ഇതിൻ്റെ ഭിത്തി നിറച്ച് പല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മനോഹരമായ ചെടികൾ തഴച്ചു നിൽക്കുകയാണ്. അതിലൂടെ ജലഗണങ്ങൾ ഇറ്റിറ്റ് വീഴുന്നുമുണ്ട്. ഇതൊരു AC ഗാർഡനാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദവും തണുപ്പും ചെടികളുമെല്ലാം മനസ്സിന് നല്ല കുളിർമ നൽകുന്നുണ്ട്. ഫ്ലവർ ഡൂമിനേക്കാളും അതിമനോഹരമാണ് ക്ലൗഡ്സ് ഫോറസ്റ്റ്. ഇത് രാവിലെ 9 തൊട്ട് വൈകിട്ട് 9 വരെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് 138 അടിയാണ്, അല്ലെങ്കിൽ 48 മീറ്റർ. ധാരാളം ഓർക്കിഡ് ചെടികൾ ഇതിനുള്ളിലുണ്ട്. മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ പൂത്തു നിൽക്കുകയാണ്. ഞാൻ സങ്കല്പിച്ച ഒരു സിംഗപ്പൂര് ഇങ്ങനെയാണെന്നാണ്. ശരിക്കും ഇതിനകത്ത് കയറുമ്പോഴാണ് സിംഗപ്പൂരിൻ്റെ ആ ഓർക്കിഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ധാരാളം ആൾക്കാർ ഓർക്കിഡിന് മുന്നിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു അമ്പലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല ലെവലിലാണ് ചെടികൾ നട്ടിരിക്കുന്നത്. ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഫോട്ടോ എടുത്തു. ആരെയും ഹൃദയം കവരുന്ന മനോഹാരിതയാണ് ഇതിനകത്തെ ചെടികൾക്ക്. ചെടികളും പൂക്കളുമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് എല്ലാ വശത്തും നിൽക്കുന്നത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. ഡ്രാഗണുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പല പല രൂപങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഇവിടെയുമുണ്ട് ചെറിയ രീതിയിൽ. കുരങ്ങന്മാരുടെ രൂപമുണ്ടാക്കി വച്ചിരിക്കുന്നു.
സീസൺ മാറുന്നതനുസരിച്ച് ഈ ചെടികൾക്കും മാറ്റം വരുത്തുന്നു എന്നാണ് അറിവ്. സിംഗപ്പൂരിൽ പോകുന്നവർ തീർച്ചയായും ഇതൊക്കെ ഒന്ന് കയറി കാണേണ്ടത് തന്നെയാണ്. ഒരോർക്കിഡെ പോലും ആരും തൊടുകയോ പൂ പറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഓർക്കിഡിനെ കൂടാതെ മറ്റ് പല ചെടികളുമുണ്ട് ഇവിടെ. ഫേൺസ് ഉണ്ട്, മോസസ് ഉണ്ട്, എപ്പിഫൈറ്റ്സുകളുണ്ട്. എല്ലാം പൊതിഞ്ഞ് ഭിത്തിയിൽ പൊതിഞ്ഞ് നിൽക്കുന്നത് കാണാൻ മനോഹരമാണ്. പല ലെവലിൽ വെച്ചിരിക്കുന്ന ഈ ചെടി ഓരോ തീം അല്ലെങ്കിൽ ഓരോ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രാൻഡ് അസോസിയേറ്റിൻ്റെ രൂപകൽപ്പനയ്ക്ക് പ്രചോദനമായ മെയ്ഡൻ ഹെയർ ഫംഗസ്, ദ ലോസ്റ്റ് വേൾഡ്, ദ ക്യാവൻ, ദ വാട്ടർഫോൾ വ്യൂ, ദ ക്രിസ്റ്റൽ മൗണ്ടൻ, ദ ക്ലൗഡ് ഫോറസ്റ്റ് ഗാലറി, സീക്രട്ട് ഗാർഡൻ, ക്ലൗഡ് ഫോറസ്റ്റ് തിയേറ്റർ എന്നിവ വ്യത്യസ്ത തീമിലുള്ള നിരവധി ലെവലാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ചെടികളോടുള്ള ഇഷ്ടത്തിൻ്റെ കൂടുതലുമുണ്ട്. ഒരു ചെടി പോലും നഷ്ടപ്പെടാതെ എല്ലാ ചെടിയുടെയും ഫോട്ടോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പലയിടത്തു നിന്ന് വന്ന ആൾക്കാരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കുളം, അതിൽ ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങളതിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഏതോ ഒരു മായാലോകത്ത് പെട്ട പോലെയാണ് തോന്നൽ വന്നത്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് മനോഹരമാണ് നമ്മളിത് നേരിട്ട് കാണുമ്പോൾ. ഞങ്ങൾ പല പോസിലുള്ള ഫോട്ടോകളൊക്കെ എടുത്തു. മുകളിൽ നിന്ന് കാണാൻ അതിമനോഹരമാണ്. ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കിയതാണെങ്കിലും ചെടികളൊക്കെ അതിമനോഹരമായിട്ട് നിൽക്കുന്നു. ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകളും കാണാൻ അതിമനോഹരമാണ്. 0.8 ഹെക്ടർ അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലമാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റ് ഉള്ളത്.
ജീവിതത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. വളരെ വൃത്തിയായും ഭംഗിയായും തന്നെ ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. പല നാട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലും ഒരു സാധനം പോലും താഴെ ഇടുകയോ വൃത്തിയാടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അകത്തോട്ട് ഇറങ്ങുന്നവർക്ക് എസ്കലേറ്റർ ഉണ്ട്. അടുത്ത ക്രിസ്റ്റൽ മൗണ്ടനാണ്. സൈഡിൽ കൂടെ നമുക്ക് വെളിയിലേക്ക് കാഴ്ചകൾ കാണാം. ആ സൈഡിൽ കൂടെ വരുന്ന മിസ്റ്റ് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്റ്റലുകളും ലൈറ്റുകളൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണാനും അതിമനോഹരമാണ്. കാലം വരുത്തിയ മാറ്റം നമ്മൾ നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളും വെള്ളവുമാണെന്ന് നമുക്ക് തോന്നും. മനോഹരമാണ് കാഴ്ചകൾ. നമ്മൾ ചവിട്ടുന്ന തവളയോ മീനിനെയോ ഒക്കെയാണ്. അതുപോലെ തന്നെ ഭിത്തിയിലുള്ള വാടിപ്പോകുന്ന ചെടികളെ നമ്മൾ തൊട്ടാൽ അവ ഉടനെഴുന്നേൽക്കുന്ന പോലെ തോന്നും. വെള്ളം പൊങ്ങി വരികയും പൂവിരിയുകയും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ ചെടികൾക്കും ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ചും അതിനെന്താണ് പ്രതിവിധി ചെയ്യേണ്ടതെന്നും എല്ലാം അവിടെ എഴുതി വരുന്നുണ്ട്. ഞങ്ങൾ ആ മിസ്റ്റ് വേയിൽ കൂടെ നടന്നു. മഞ്ഞുകാലത്ത് നടന്നു പോകുന്ന പോലെ ഒരു പ്രതീതിയാണ് അതിൽ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത്. പ്രകൃതി തന്നെ അണിയിച്ചൊരുക്കിയ ലൈം സ്റ്റോണുകളാണ് ഇതൊക്കെ. ഒരു ശില്പിയും ഇതിൽ കൈവച്ചില്ല. ധാരാളം ചുണ്ണാമ്പ് കല്ലുകൾ, ലൈം സ്റ്റോണുകൾ അവിടെ ഉണ്ട്. പല വലിപ്പത്തിലും പല രൂപത്തിലുമുള്ളത്. അടുത്തത് ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്. ഒരു റൂമിലൊരു ക്ലാസ് എടുക്കുന്ന പോലെ ഓരോ ചെടിയേയും തൊട്ടാൽ അതിനെന്താണ് കുഴപ്പം പറ്റുന്നത്, എങ്ങനെയാണ് എന്നുള്ള 3D ഫിലിം പോലെ വരുന്നു.
പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ മുറിയിൽ നിന്നാൽ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ ചെടിയെ സംബന്ധിച്ചുള്ളത് പഠിക്കാൻ സാധിക്കും. ചെടികൾ വാടുകയോ ഉണങ്ങുകയോ ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മളത് ടച്ച് ചെയ്താൽ അവയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ടീച്ചറിൻ്റെ സഹായമില്ലാതെ തന്നെ പഠിക്കാൻ നമുക്ക് സാധിക്കും. ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഓരോ സ്റ്റെപ്പിലും നമുക്ക് കാണാവുന്നതാണ്. പലരും ഇതൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരിക്കാം. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് വിശദമായി തന്നെ ഇട്ടിരിക്കുന്നത്. അതിലേറെ എനിക്കിതൊരു ആൽബം കൂടിയാണ്. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയൊക്കെ വിശദമായി തന്നെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ചും ചെടികളുടെ വളർച്ചയെക്കുറിച്ചുമൊക്കെയാണ്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു മഴക്കാറ്റിൽ പെട്ടതുപോലെയാണ്. വെള്ളം വഴുകുന്ന ശബ്ദവും അത് ഒഴുകുന്ന ശബ്ദവും അതിലേറെ മനോഹരമായ ചെടികളും ചെറിയ ചെറിയ ഓർക്കിഡുകളും എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. വളരെ റെയറായിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ ഇലകളുമായി നിൽപ്പുണ്ട്.
ക്ലൗഡ് ഫോറസ്റ്റിനുള്ളിൽ മാവോരി കുവാഹയുടെ മീറ്റിംഗ് ഹൗസ് ശില്പം, ഡെയ്ൻ കിഹൂരിയുടെ എതറിയൽ വൈറ്റ് പേർഷ്യൻസ്, മാർക്ക് ക്യൂനിൻ്റെ ദ റഷ് ഓഫ് ദി നേച്ചർ, പോൾ ബാലിക്കറുടെ എ മാറ്റർ ഓഫ് ടൈം, മക്കോട്ട അസുമയുടെ 4 സസ്യശാസ്ത്ര ഹൈബ്രിഡ് ശില്പങ്ങളുടെ ഒരു പരമ്പര എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഓർക്കിഡുകൾ ലെൻസ് വെച്ച് കാണാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിയുടെ ഒരു വളർച്ച അത് വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റില്ല കേട്ടോ. ധാരാളം ആൾക്കാരിത് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള 1.5 മില്യൺ അധികം ചെടികൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഇതിങ്ങനെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. നഗരമധ്യത്തിലെ ഇത്രയും മനോഹരമായ ഒരു വനം വർണ്ണ പുഷ്പങ്ങളോടുകൂടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ ഭരണകർത്താക്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഇതിൻ്റെ പിന്നിലുള്ള ദീർഘവീക്ഷണവും അപാരം തന്നെ. തടിയും വേരും വെച്ചിട്ടുള്ള ശില്പങ്ങളും മനോഹരം തന്നെ. പല സ്ഥലങ്ങളിലും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയും ചെറിയ ചുണ്ണാമ്പ് കല്ലുകൾ കാണാവുന്നതാണ്. ഗ്ലാസ് ഹൗസിലുള്ള മോസസും പ്ലാന്റ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ എല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.